നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ശരിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണറി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി. ശരിയാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം. ശരിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കേരള നടനം, ഗുരു ഗോപിനാഥ്. യക്ഷഗാനം, പാർത്തി സുബ്ബ. ചവിട്ടുനാടകം, ചിന്നത്തമ്പിപ്പിള്ള. കൂടിയാട്ടം, ഗുരുമണി മാധവ ചാക്യാർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓപ്ഷൻ ബി ആണ് സി ബാലകൃഷ്ണൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ് ലഭിച്ചത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ് ഹാൻകാങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. തെറ്റാണ്. കേരള മീഡിയ അക്കാദമി എറണാകുളത്ത് കാക്കനാട്. അടുത്തത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. ശരിയാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ശരിയാണ്. കേരള ലളിതകലാ അക്കാദമി കാക്കനാടല്ല, തൃശ്ശൂരാണ്. ഒന്നുകൂടെ നോക്കാം. കേരള മീഡിയ അക്കാദമി കാക്കനാട്, കേരള ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി തൃശ്ശൂർ. അപ്പോൾ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആയിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീമിലെ മലയാളി ആര്? ഓപ്ഷൻ ഡി ആണ് PR ശ്രീജേഷ്. കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി ആണ് രാമനാട്ടം. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ ആണ് നിഹോൺ ഹിഡാൻക്യോ. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന നഗരം? ഇന്ത്യയാണ്. VD ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ശരിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത? ശരിയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി? ശരിയാണ്. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇത് 2024 ചോദിച്ചിരിക്കുന്ന റീസെൻ്റാണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. ശരിയാണ്. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. ശരിയാണ്. കേരള ജ്യോതി പുരസ്കാരം MK സാനു. ശരിയാണ്. ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. തെറ്റാണ്. 2024 ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷനാണ്. അപ്പം D മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. MD വാസുദേവൻ നായർക്ക് ലഭിച്ചിട്ടുണ്ട്. ONV കുറുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലഭിക്കാത്ത ആൾ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. അപ്പം സി ആണ് ശരിയായിട്ടുള്ളത്. 2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ? ഓപ്ഷൻ സി ആണ് S സോമനാഥ് ഭുവനേശ്വരി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക? കേരളീയ സുഗുണബോധിനി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി ആണ് അർണോസ് പാതിരി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി ആണ് അർണോസ് പാതിരി. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് വള്ളത്തോൾ നാരായണ മേനോൻ.
ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ആണ് ബ്രസീൽ. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ് മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? എറണാകുളമാണ്. 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം? ഓപ്ഷൻ എ ആണ് 89.45 മീറ്റർ. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ഓപ്ഷൻ ബി ആണ് 800. ലോക അധ്യാപക ദിനം എന്ന്? ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ആണ്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഹർമൻപ്രീത് സിംഗ്. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ ചിത്രം? ഓപ്ഷൻ ബി ആണ് ആട്ടം. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ എ ആണ് 1.25 കോടി മലയാളികൾ. കേരളത്തിൻ്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതു സ്ഥലമാണ്? ഓപ്ഷൻ എ ആണ് കോതമംഗലം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയ നടൻ? ഓപ്ഷൻ ബി പൃഥ്വിരാജ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിനിൽ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിനെത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ സി ആണ് അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം ഓഗസ്റ്റ് 22. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി ആണ് കിലിയൻ മർഫി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി? ഓപ്ഷൻ എ ആണ് അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ? ഓപ്ഷൻ ഡി ആണ് അർജന്റീന. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര്? ഓപ്ഷൻ സി ആണ് നീലു. 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ആണ് ഗോവ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ആണ് ദിവ്യ ദേശ്മുഖ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത? ഓപ്ഷൻ എ ആണ് മനു ഭാക്കർ. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ബി മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ? 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ. കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് സുമതി. ചേരുംപടി ചേർക്കുക? ബി ആണ് ശരിയായിട്ടുള്ളത്. വരാഹമിഹിരൻ, ലഘുജാതകം, കാളിദാസൻ, വിക്രമോർവശീയം, വിശാഖദത്തൻ, മുദ്രരാക്ഷസം, ശൂദ്രകൻ, വൃക്ഷഘടികം. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ് തെക്കേ അമേരിക്ക. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജാവലിൻ. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഓപ്ഷൻ ബി ആണ് 40. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക്സ് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഓപ്ഷൻ സി ആണ് ഫുട്ബോൾ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? സി ബാലകൃഷ്ണൻ. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആര്? ഓപ്ഷൻ സി ആണ് തുഷാർ ദേശ് പാണ്ഡെ. ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് വി മധുസൂദനൻ നായർ. 27ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും
ശരിയായവ തിരഞ്ഞെടുക്കുക. മികച്ച നടൻ ജെസ്സി പ്ലേമോൺസ്, ശരിയാണ്. മികച്ച നടി എമിലിയ പെരസ്, ശരിയാണ്. ജൂറി പ്രൈസ് എമിലിയ പെരസ്. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ്, ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നുകൂടെ നോക്കാം. മികച്ച നടൻ ജെസ്സി പ്ലേമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത്? ഓപ്ഷൻ എ ആണ് ആട്ടം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാർത്ഥം ആരുടെ രചനയാണ്? ഓപ്ഷൻ ബി ആണ് ഫാദർ ക്ലെമന്റ് പിയാനിയസ്. നാടകരംഗത്ത് പുതിയ അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണ്? അവൻ വീണ്ടും വരുന്നു, 1928 ക്രൈം 27. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഗാർഹിക വാസ്തുവിദ്യ. തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതെല്ലാം? ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധമദ്ദളം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? സമ്പർക്കക്രാന്തി, മുഴക്കം. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം? ഓപ്ഷൻ ഡി ആണ് ലോസ് ഏഞ്ചലസ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ലോസ് ഏഞ്ചലസ് ആണ്. പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രക്കാണ് ലഭിച്ചത്, ശരിയാണ്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങുന്നത് ഗോവയിലാണ്, ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിൻ്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി, ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം? ഓപ്ഷൻ ഡി ആണ് മനു ഭാക്കർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നാടൻ കലാരൂപം അല്ലാത്തത്? മുടിയേറ്റാണ്. കണ്ണിയാർകളി, അർജുന നൃത്തം, പാവകളിയൊക്കെ നാടൻ കലാരൂപങ്ങളാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ? അഭിനവ് ബിന്ദ്രയാണ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്ര. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഓപ്ഷൻ ഡി ആണ് PC ഗോപാലൻ. തന്നതില്ല പരനുള്ളു കാട്ടുവോനൊന്നുമേ നരനുപായമീശ്വരൻ ഇന്നു ഭാഷയിതാ പൂർണ്ണമിങ്ഹോ വന്നുപോം പിഴയുമർത്ഥശങ്കയാൽ. ഈ വരികളുടെ കർത്താവ്, കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, കുമാരനാശാൻ, നളിനി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം? 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് 1998. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? കാസ്ലിംഗ്, സ്റ്റെയിൽമേറ്റ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. കാളി ദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം? ഓപ്ഷൻ ബി ആണ് മുടിയേറ്റ്. കാലക്രമം അനുസരിച്ച് എഴുതുക. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമധാരക, കേരളമിത്രം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. രാജ്യസമാചാരം, പശ്ചിമോദയം, പശ്ചിമധാരക, കേരളമിത്രം. താഴെ നൽകിയിരിക്കുന്നതിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. റഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം? ടോക്കിയോ ഒളിമ്പിക്സിലാണ് 87.58 മീറ്റർ. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ? ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? ഓപ്ഷൻ എ ആണ് അയ്യപ്പ പണിക്കർ. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. രാമപുരത്ത് വാര്യർ, കുചേലവൃത്തം. കുഞ്ചൻ നമ്പ്യാർ, ഘോഷയാത്ര. സുഭാഷ് ചന്ദ്രൻ, പറുദീസ നഷ്ടം. കാളിദാസൻ, ഋതുസംഹാരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്.
ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് തോരണയുദ്ധം. ഉത്തര സ്വയംവരം, ദശയാഗം, കീചകവധമൊക്കെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നതാണ്. ചേരുംപടി ചേർക്കുക. ഇത് കൃതികളും കഥാപാത്രങ്ങളുമാണ്. ഇറാനിമോസ് കരിക്കോട്ടക്കരി, പീലിപ്പോസ് അടി, ഉണ്ണിച്ചക്കൻ അടിയാളപ്രേതം, വാവച്ചൻ മീശ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഇതാണ് ഉൾപ്പെടാത്തത്. ചേരമാൻ ജുമാ മസ്ജിദ്, പാലിയം കോവിലകം, സഹോദരൻ അയ്യപ്പ ഭവനം, ഇതൊക്കെ മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ഉൾപ്പെട്ടതാണ്. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവാണ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് കഥകളി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ഓപ്ഷൻ എ ആണ് ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ ബി ആണ് ഇന്തോനേഷ്യ.